അതിരപ്പിള്ളിയിൽ കാട്ടാനക്കൂട്ടം അംഗൻവാടി കെട്ടിടത്തിന് ചുറ്റും സ്ഥാപിച്ചിരുന്ന വൈദ്യുതി വേലി തകർത്തു. 5 ആനകളടങ്ങുന്ന കൂട്ടമാണ് പന തള്ളിയിട്ട് വൈദ്യുതി വേലി തകർത്തത്. ദൃശ്യങ്ങൾ കാണാം. അതിരപ്പള്ളിയിലാണ് കാട്ടാനക്കൂട്ടം അംഗനവാടി കെട്ടിടത്തിന് ചുറ്റും സ്ഥാപിച്ച വൈദ്യുതി വേലികൾ തകർത്ത അവിടെയുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. അംഗനവാടി കെട്ടിടമാണ്, കുട്ടികളെത്തുന്ന സ്ഥലമാണ്. അപകടകരമായ സാഹചര്യമുണ്ട്. അതിരപ്പള്ളി മേഖല നമുക്കറിയാം, വനത്താൽ ചുറ്റപ്പെട്ട വനമേഖലയാണ്. ആ ഭാഗത്താണ് ആനകളുടെ ആക്രമണമുണ്ട്. വന്യജീവി സാന്നിധ്യം എപ്പോഴുമുള്ള സ്ഥലമാണ്. അവരുടെ സംരക്ഷണ കേന്ദ്രമൊക്കെ സമീപത്ത് തന്നെ ഉള്ളതുമാണ്. നിരവധി വിനോദസഞ്ചാരികൾ എല്ലാ ദിവസവും എത്തുന്ന സ്ഥലമാണ്. അവിടെ അപകടകരമായ സാഹചര്യമുണ്ട് എങ്കിലും വൈദ്യുതി വേലി മറ്റും സ്ഥാപിച്ചാണ് സുരക്ഷ ഒരുക്കുന്നത്. അവിടെയാണിപ്പോൾ വൈദ്യുതി വേലി തകർത്ത് ആനക്കൂട്ടം അംഗനവാടി പരിസരത്തേക്ക് എത്തിയത്. MS ലിഷോ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ലിഷോ, എത്രത്തോളം ആശങ്കയാണ് പ്രദേശത്ത് നിലനിൽക്കുന്നത്? ഇന്ന് രാവിലെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. പ്ലാന്റേഷൻ കോർപ്പറേഷൻ 17ാം ബ്ലോക്കിലാണ് അംഗനവാടിക്ക് ചുറ്റും സ്ഥാപിച്ചിരുന്ന വൈദ്യുതി വേലി ആനകൾ എണ്ണപ്പന മറിച്ചിട്ട് തകർത്തത്. ഈ അംഗനവാടിയിൽ നേരത്തെയും അംഗനവാടിക്ക് സമീപമൊക്കെ തന്നെ ആനക്കൂട്ടം നിലയുറപ്പിക്കുകയും കുട്ടികളും ടീച്ചറും ഭയന്ന് ആളുകളുടെ സഹായം തേടുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ അംഗനവാടിക്ക് ചുറ്റും ഇത്തരത്തിൽ വൈദ്യുതി വേലി സ്ഥാപിച്ചത്. അതാണ് ഇപ്പോൾ തകർത്തിരിക്കുന്നത്. കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ ഈ വൈദ്യുതി വേലി സ്ഥാപിച്ചിട്ട്. അപ്പോൾ ഇന്ന് രാവിലെ ഈ ആനക്കൂട്ടം അവിടേക്ക് എത്തുകയും കാട്ടാനകൾ പന മറിച്ചിടുകയും അത് പിന്നീട് അവിടെ നിന്ന് ഭക്ഷിക്കുകയും ഒക്കെ തന്നെ ചെയ്തു. ഈ മേഖലയിലാണ് കുറച്ച് നാളുകൾക്ക് മുൻപ് മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയെ പിടിക്കുന്ന ദൗത്യമൊക്കെ തന്നെ നടന്ന സംഭവമൊക്കെ തന്നെ ഇതിനോട് ചേർന്നുള്ള പ്രദേശത്ത് തന്നെയാണ്. കാട്ടാനകളുടെ സാന്നിധ്യം സ്ഥിരമായി പ്രദേശത്തൊക്കെ തന്നെ ഉണ്ട്. പക്ഷെ ഇതുവരേക്കും ഭാഗ്യം കൊണ്ട് അങ്ങനെ അപകടങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. എന്തായാലും ഈ സ്ഥലത്ത് ആനകൾ ഉണ്ടോ എന്ന് നിരീക്ഷിക്കുന്നതിന് വേണ്ടി കൂടുതലായുള്ള സംവിധാനങ്ങൾ ഒരുക്കണം എന്നുള്ളതാണ് നിലവിൽ നാട്ടുകാരുടെ ആവശ്യം. അതിനോടൊപ്പം തന്നെ ഈ വൈദ്യുതി വേലി തകർത്തത് വീണ്ടും പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. അവിടെ ഓയിൽ പാം എസ്റ്റേറ്റിലെ ജീവനക്കാരുടെ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ അത് ഉടനടി തന്നെ പുനഃസ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി, MS ലിഷോയാണ് വിവരങ്ങൾ നൽകി. അതിരപ്പള്ളിയിലാണ് കാട്ടാനക്കൂട്ടം ഇറങ്ങി അംഗനവാടിക്ക് സമീപത്തെ വൈദ്യുതി വേലി ഉൾപ്പെടെ തകർത്തത്.